2013 ഓഗസ്റ്റിൽ ലോകം അവസാനിക്കുമെന്നൊരു പ്രവചനം. ജാനകിയും നവിനും തകർത്താടിയ, കേരളം മുഴുവൻ പകർന്നാടിയ, മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു ആന്തം എന്ന രീതിയിൽ തന്നെ കേരളം മുഴുവൻ ഏറ്റെടുത്ത റാസ്പുട്ടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു തേർഡ് എപ്പിസോഡിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാവുന്നത്. ബോണി എം എന്ന് പറഞ്ഞ ട്രൂപ്പിലൂടെ ബോബി ഫാരൽ ആലപിച്ച ആ ഒരു ഗാനത്തെ കുറിച്ചാണ് നമ്മളെല്ലാവരും ഇന്ന് സംസാരിക്കുന്നത്. ആ ഗാനം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് വളരെ സാധാരണമായിട്ടുള്ള ഒരു ഗാനമല്ല. കുറേ അധികം രഹസ്യങ്ങളാണ് ഈ ഒരു പാട്ടിനകത്ത് ശരിക്കും ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്നത്. ഫ്രാങ്ക് ഫെറിയൻ, ജോർജ് റിയം, ഫ്രെഡ് ജെ ഇവരാണ് ഈ ഒരു വരികൾ നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്നത്. ഇത് മനോഹരമായി പാടിയത് മറ്റാരുമല്ല, ബോബി എം ഫാരൽ തന്നെയാണ്. ആൻഡ് ബോണി എം എന്ന് പറയുന്നത് ഒരു ട്രൂപ്പിന്റെ പേരായിട്ട് മാത്രം വരുന്ന ഈ ഒരു ബോണി എന്ന് പറയുന്ന പേരിന് തന്നെ അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അതിന് മുന്നേ കുറെ നാൾ മുന്നേ ഇറങ്ങിയ ഒരു മ്യൂസിക് ആൽബത്തിൽ നിന്നും കടമെടുത്ത ഭയങ്കര ഒരു സിംഗിൾസ് ആയിട്ടുള്ള മ്യൂസിക് ആൽബത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ള പേര് തന്നെയാണ് ബോണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് റാസ്പുട്ടിൻ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിലേക്ക് കടന്നു വരാം. വളരെ മനോഹരമായിട്ടാണ് ബോബി ഫാരൽ ഈ ഒരു ഗാനം ആലപിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഗാനം എവിടെയൊക്കെ ആലപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഒരുപാട് ജനപ്രീതി അദ്ദേഹം നേടിയെടുത്തിട്ടും കൂടിയുണ്ട്. ശരിക്കും ഈ ഒരു ഗാനത്തിൽ എന്തൊക്കെയാണ് ശരിക്കും ഉള്ളത്? ഈ ഒരു ഗാനം തുടക്കം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മൾക്ക് പലപ്പോഴും സ്കിപ്പ് ചെയ്തു പോലും കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗാനത്തിന്റെ തുടക്ക ഭാഗം എന്ന് പറയുന്നത്. ആ പദത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹേയ് എന്ന് പറഞ്ഞ പദമാണ്. എപ്പോഴാണ് നമ്മൾ ഹേയ് എന്ന് പറഞ്ഞ പദം യൂസ് ചെയ്യാറുള്ളത്? ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമുക്കൊരു അറ്റൻഷൻ സീക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ആ സമയങ്ങളിലാണ് നമ്മൾ ഹേയ് എന്ന് പറഞ്ഞ പദം യൂസ് ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ആ പദം യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്കറിയാമോ ഈ ഒരു ബോബി എം ഫാരൽ പാടി വെച്ച ഈ ഒരു റാസ്പുട്ടിൻ ഗാനത്തിൽ ഹേയ് എത്ര വട്ടം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്? 24 വട്ടമാണ്. 24 വട്ടമാണ് ബോബി ഫാരൽ ഈ ഒരു ഹേയ് എന്ന് പറഞ്ഞ യൂസേജ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, എന്തുകൊണ്ടാണ്? വളരെ കൃത്യമായ അജണ്ടയായിരുന്നു ഇതിന്റെ റൈറ്റേഴ്സിനാണെങ്കിലും ലിറിക്സിസ്റ്റിനാണെങ്കിലും അതോടൊപ്പം തന്നെ ഇതിന്റെ സിംഗേഴ്സിനാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നത്. അവർ ശരിക്കും വളരെ ഒരു വലിയ മെജസ്റ്റിക് ഫിഗർ ആയിട്ടാണ് റാസ്പുട്ടിനെ കണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി അതുകൊണ്ടാണ് 24 വട്ടം ഈ ഒരു ഹേയ് എന്ന് പറഞ്ഞ പദം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഇതിന്റെ സെക്കൻഡ് സ്റ്റാൻസിലേക്ക് വരികയാണെങ്കിൽ, ഫസ്റ്റ് സ്റ്റാൻസ് എന്ന രീതിയിൽ കാണണം. ഫസ്റ്റ് സ്റ്റാൻസിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് there lived a certain man ago in Russia എന്നൊരു യൂസേജ് വരുന്നുണ്ട്. there lived a man എന്ന് വളരെ ചുരുക്കമായി എഴുതാൻ സാധിക്കുമായിരുന്നു. പക്ഷെ there lived a certain man എന്ന് പറയുന്നത് റാസ്പുട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി യുണീക്ക് ആയിരുന്നു എന്ന് കാണിക്കാൻ തന്നെയാണ്. ഇതിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. റാസ്പുട്ടിന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് വളരെ വിഷാദം നിറഞ്ഞൊരു കാലഘട്ടം തന്നെയാണ്. അദ്ദേഹത്തിന് വളരെ നല്ല ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയുണ്ടായി. ആൻഡ് അതിനുശേഷം അദ്ദേഹം മൊണാസ്ട്രിയിലൊക്കെ കടന്നു ചെന്ന്, മലയോരങ്ങളിലുള്ള മൊണാസ്ട്രിയിൽ കടന്നു ചെന്ന് അവിടെ നിന്ന് അദ്ദേഹം ഹിപ്നോസിസം പോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തുകൊണ്ട് തിരിച്ച് പെർക്കോവിസ്കി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് വന്നു എന്നാണ് ചരിത്രലേഖകന്മാർ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. തിരിച്ചു വന്ന ഈ ഒരു റാസ്പുട്ടിൽ ഭയങ്കര അതിമാനുഷികമായ പവേഴ്സും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ കാണാൻ തുടങ്ങി. അന്നേ വരെ പെർക്കോവ്സ്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ട് പരിചയം പോലുമില്ലാത്ത പല ഭാഷകളിലും ആചാരങ്ങളൊക്കെ നടത്താൻ തുടങ്ങി എന്നുള്ളതും ചരിത്രകാരന്മാർ അവരുടെ എഴുത്തുകളിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി റാസ്പുട്ടിൻ ഇത്ര ഫേമസ് ആവാൻ കാരണം, അല്ലെങ്കിൽ റാസ്പുട്ടിന് ഈ ഒരു നായക പരിവേഷം, ഈ ഒരു ഗ്ലോറിഫിക്കേഷൻ കൊടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹീലിംഗ് പവേഴ്സ് തന്നെയായിരുന്നു. ആദ്യത്തെ സ്റ്റാൻസ ഉടനീളം റാസ്പുട്ടിനെ വ്യക്തമായ ഗ്ലോറിഫിക്കേഷനിലൂടെ കൂടി തന്നെയാണ് ഇതിന്റെ റൈറ്റേഴ്സ് ആണെങ്കിലും സിംഗേഴ്സ് ആണെങ്കിലും കൊണ്ടുപോകുന്നത്. ബോബി ഫാരൽ വളരെ സൂപ്പർവായിട്ട് ഈ ഒരു ഗാനം ആലപിച്ചു എന്ന കാര്യത്തിലും ആർക്ക് സംശയമില്ല. അതിന്റെ സത്ത് ചോരാതെ തന്നെ നമുക്ക് റാസ്പുട്ടിനെ കുറിച്ച് വ്യക്തമായ ഐഡിയ ഈ ഒരു വരികളിൽ നിന്നുമൊക്കെ ലഭിക്കുന്നതാണ്. ആൻഡ് റാസ്പുട്ടിന്റെ കുട്ടിക്കാലം നമ്മൾ സംസാരിച്ചു. റാസ്പുട്ടിൻ മൊണാസ്ട്രിയിൽ ചെന്ന് ഓറൽ മലകൾക്കിടയിലുള്ള മൊണാസ്ട്രിയിലേക്ക് കടന്നു ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു. പക്ഷേ തിരിച്ചു വന്ന റാസ്പുട്ടിനിൽ ഭയങ്കര വലിയ വൈകാരികമായ മാറ്റങ്ങളും ഉണ്ടായി എന്നുള്ളതും സത്യത്തിന്റെ ഭാഗം തന്നെയാണ്. ആ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിൽസ്റ്റ് എന്ന് പറഞ്ഞ ആന്റി റഷ്യൻ ഓർത്തഡോക്സ് നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ ഫോളോ ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പിൽ റാസ്പുട്ടിൻ അംഗമായി എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പ് വളരെ അനാചാരമായ രീതികളിലൊക്കെ അവരുടെ അനുഷ്ഠാനങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് തന്നെയായിരുന്നു.
ഇവരുടെ മെയിൻ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വയം രീതിയിൽ പ്രഹരം ഏൽപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം പ്രഹരം ഏൽപ്പിക്കുക, നമ്മളെ തന്നെ പ്രഹരിക്കുക, നമ്മളെ തന്നെ പീഡിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഈ പീഡനത്തിനും കാര്യങ്ങൾക്കും എല്ലാം ശേഷം ഇതിന്റെ ഒരു സെക്ട് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. സാധാരണ മതങ്ങളിലൊക്കെ കാണുന്ന പോലെ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് വരുന്നു, പിന്നീട് അത് കൈകൊട്ടിപ്പാട്ടും അങ്ങനെയുള്ള രീതികളിലേക്ക് കടന്നു വരുന്നു, കുറച്ചും കൂടെ കരിസ്മാറ്റിക് ആയ രീതിയിലേക്ക് കടന്നു വരുന്നു. ആൻഡ് അതിനുശേഷമാണ് സ്വയം പ്രഹരം ഏൽപ്പിക്കുന്ന രീതികളിലേക്ക് ഈ അനുഷ്ഠാനം കടന്നു വരുന്നത്. സ്വയം പ്രഹരം ഏൽപ്പിച്ച് അവശരായ മനുഷ്യർ പരസ്പരം ലൈംഗിക വീഴ്ചകളിൽ ഏർപ്പെടുന്നു എന്നാണ് ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സമൂഹം കണ്ടെത്തി വെക്കുന്ന മറ്റൊന്നുമല്ല, പാപത്തിലൂടെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും, പാപത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ അടുത്തെത്താൻ സാധിക്കും എന്നൊരു ഐഡിയോളജിയാണ് ശരിക്കും ഈ ഒരു കിൽസ്റ്റ് ആചാരം ചെയ്യുന്ന ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ റാസ്പുട്ടിൻ ഇതിന്റെ ഭാഗമായിരുന്നുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. റാസ്പുട്ടിന്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഹി വാസ് ബിഗ് ആൻഡ് ടോൾ എന്നാണ് നമ്മളുടെ ബോബി ഫാരൽ പാട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹി വാസ് ബിഗ് ആൻഡ് ടോൾ. അദ്ദേഹത്തിന്റെ രൂപം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഒരു കാന്തിക പ്രഭാവം ഉണ്ടായിരുന്നു എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കത്തിന്റെ പേരിലാണ് ഏറ്റവും അധികം റാസ്പുട്ടിൻ പഴി കേൾക്കേണ്ടി വന്നിട്ടും. കാരണം റഷ്യയിലുള്ള എല്ലാ സ്ത്രീകളുമായിട്ടും സമ്പർക്കം ചെയ്തിട്ടുണ്ടെയും അതോടൊപ്പം തന്നെ അവരുമായിട്ടും ശയിച്ചിട്ടുമുള്ള ഒരു വ്യക്തിയായിരുന്നു റാസ്പുട്ടിൻ എന്ന് പല ആൾക്കാരും റാസ്പുട്ടിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. പല കിംവദന്തികളും റാസ്പുട്ടിനെ കുറിച്ച് ഇത്തരത്തിൽ വരികയുമുണ്ട്. അങ്ങനെ റാസ്പുട്ടിൻ വിവാഹിതനായ റാസ്പുട്ടിന് 7 മക്കൾ ഉണ്ടായി. 7 മക്കളിലും സംതൃപ്തി കണ്ടെത്താൻ സാധിക്കാത്ത റാസ്പുട്ടിൻ പിന്നീട് പെർക്കോവിസ്കിയിലെ തന്നെ ഒരു പുരോഹിത ശ്രേഷ്ഠന്റെ ഹൈ റെക്കമെൻഡേഷൻ ലെറ്റർ, എല്ലാവരും ഓർക്കേണ്ടതാണ്, ഹൈ റെക്കമെൻഡേഷൻ ലെറ്റർ ഇത്രയും അധികം വിപരീത ദിശയിൽ ചിന്തിക്കുന്ന ഒരു പാതിരിക്ക് ഒരു വൈദികൻ നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ഗൂഢമായ തന്ത്രമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഫസ്റ്റ് സെൻസർ ഉടനീളം റാസ്പുട്ടിന്റെ ആ ഒരു ഊറൽ മൊണാസ്ട്രിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ജീവിതത്തെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനുശേഷം വരുന്നത് അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് കാണിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയ രീതിയിലാണ് ബോബി ഫാരൽ ഈ ഒരു ഗാനം ആലപിക്കുന്നതൊക്കെ. ഇനി ഇതിന്റെ സെക്കൻഡ് സ്റ്റാൻസിലേക്ക് വരികയാണെങ്കിൽ ആ വരികൾ എന്ന് പറയുന്നത് ജനം ഒരുപാട് ഏറ്റെടുത്ത വരികൾ തന്നെയാണ്. ആ വരികൾ ഇങ്ങനെയാണ്: റാറാ റാസ്പുട്ടിൻ ലവർ ഓഫ് ദ റഷ്യൻ ക്വീൻ എന്നാണ് ഈ വരികൾ. അന്ന് റഷ്യ ഭരിച്ചിരുന്നത് റോമനോവ് ഡൈനാസ്റ്റിയിൽ പെട്ടുന്ന സാർ നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തിയായിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിന്റെ ഭാര്യ അലക്സാണ്ട്രയുമായിരുന്നു. കിരീടാവകാശിയായിട്ടുള്ള ഒരൊറ്റ പുത്രനെ മാത്രമേ അലക്സാണ്ട്രയ്ക്ക് നിക്കോളാസ് നൽകാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായ ഹീമോഫീലിയ എന്ന് പറഞ്ഞ് രക്തം കട്ടപിടിക്കാത്ത ഒരു അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ രക്തസ്രാവം എന്നൊക്കെ രീതിയിൽ പറഞ്ഞു വെക്കുന്ന രക്തം കട്ടപിടിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അലക്സി അന്ന് കടന്നുപോയത്. ഇവരുടെ മകന്റെ പേര് അലക്സി എന്ന് തന്നെയാണ്. ഹൈ റെക്കമെൻഡേഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ഇദ്ദേഹം എത്തുന്നു. ഇദ്ദേഹം എത്തിക്കഴിഞ്ഞുള്ള പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ സ്റ്റാൻസിൽ ശരിക്കും കാണാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റാൻസിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നത് റഷ്യൻ ക്വീൻ, അതായത് അലക്സാണ്ട്രയുടെ പ്രീതി പിടിച്ചെടുക്കുവാൻ റാസ്പുട്ടിന് സാധിക്കുന്നു. ഇത് മറ്റൊരു രീതിയിലുമല്ല, അദ്ദേഹത്തിന്റെ ഹീലിംഗ് പവേഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ഈ ഹീലിംഗ് പവേഴ്സ് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അലക്സിയുടെ രോഗം ഭേദപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ സാർ ചക്രവർത്തിക്കാണെങ്കിലും അലക്സാണ്ട്രയ്ക്കാണെങ്കിലും അദ്ദേഹത്തിൽ വലിയ വിശ്വാസം കടന്നു വന്നു. എന്താ പറയുക, ഒരുതരം അമിതമായ കരിസ്മാറ്റിക് അതോറിറ്റി സാർ നിക്കോളാസ് രണ്ടാമനും അദ്ദേഹത്തിന്റെ ഭാര്യ അലക്സാണ്ട്രയും ഇദ്ദേഹത്തിന് കൽപ്പിച്ചു നൽകി. പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ ലൈഫിൽ സാരമായ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. There was a cat that was really gone എന്നാണ് പറയുന്നത്. പെർക്കോവിസ്കിൽ നിന്നും പോയ ഒരു പൂച്ചക്കുട്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഈ ഒരു പൂച്ചക്കുട്ടി അലക്സാണ്ട്രയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈ ഒരു പൂച്ചക്കുട്ടി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു പുലിക്കുട്ടി തന്നെയായി എന്നാണ് ചരിത്രം പിന്നീട് കാണിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ക്യാറ്റ് എന്ന് പറഞ്ഞ പദം യൂസ് ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ ക്യാറ്റിനെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഫ്രീ ഫ്ലോ ആയിട്ട് നടക്കാൻ സാധിക്കുന്നത്, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നോ അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നവരെയാണ് നമ്മൾ ക്യാറ്റ് എന്ന പരിവേഷവും കാര്യങ്ങളും എല്ലാം അവർക്ക് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ there was a cat that was really gone എന്ന വരികളിലൂടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതും അത് തന്നെയായിരിക്കും. ഇഷ്ടം തോന്നുന്ന രീതിയിൽ, തനിക്ക് ഇഷ്ടം തോന്നുന്ന പെൺകുട്ടികൾക്കൊപ്പമൊക്കെ ശയിച്ചുകൊണ്ട് ഒരു പുരോഹിത വേഴ്ച നടത്തുന്നു എന്ന രീതിയിലാണ് പിന്നീട് നമുക്ക് റാസ്പുട്ടിനെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ ചുവരുകളിലൊക്കെ നമുക്ക് ഈ ചുവരെഴുത്തും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ അന്ന് റഷ്യയിലെ ചുവരുകളിലുമൊക്കെ റാസ്പുട്ടിനെ കുറിച്ചും അലക്സാണ്ട്രയെ കുറിച്ചുമുള്ള കിംവദന്തികൾ, ഇവർ തമ്മിലുള്ള അരമന രഹസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാടായിട്ട് പലപ്പോഴും പല ലേഖകന്മാരും പല ചിത്രകാരന്മാരും ഒക്കെ വരച്ചുണ്ടാക്കി. അതുകൊണ്ട് തന്നെ റഷ്യൻ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നോബിൾസ്
ക്ലർജി ആൻഡ് വർക്കിംഗ് ക്ലാസ്, ഈ ഒരു സെക്ഷൻ ഡിവൈഡ് ആണ് ശരിക്കും നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള റാസ്പുട്ടിന്റെ അധിനിവേശം എന്ന് പറയുന്ന പല ആൾക്കാരിലും ഭയങ്കരമായിട്ടുള്ള ഭീതിയും കാര്യങ്ങളും എല്ലാം ഉളവാക്കാൻ തുടങ്ങി. യുദ്ധത്തിന് വളരെ നിർബന്ധപൂർവ്വം സാർ നിക്കോളാസ് രണ്ടാമൻ ഇറങ്ങി പുറപ്പെടുകയുണ്ടായി. അതിനുശേഷം അലക്സാണ്ടറുടെ കയ്യിലേക്കായി റഷ്യയുടെ ഭരണം എന്ന് പറയാം. അലക്സാണ്ടറുടെ കയ്യിൽ നിൽക്കുന്ന റഷ്യൻ ഭരണത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരം തന്നെയായിരുന്നു. അലക്സാണ്ടർക്ക് നിയമം ഉപദേശിച്ചു കൊടുത്തിരുന്നത് മറ്റാരുമായിരുന്നല്ല, റാസ്പുട്ടിൻ തന്നെയായിരുന്നു. റാസ്പുട്ടിൻ ഭരണസിരാ കേന്ദ്രങ്ങളിലൊക്കെ കൈകടത്തുകയും അനാവശ്യമായ നിയമനങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തി ഒരുപാട് പേരുടെ അതൃപ്തിക്ക് കാരണമായി തീർന്നു എന്ന് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാർ നിക്കോളാസ് രണ്ടാമന്റെ ചെവികളിലേക്ക് ഒരുപാട് കിംവദന്തികൾ ഇദ്ദേഹത്തെ കുറിച്ച് എത്താൻ തുടങ്ങി. ഇദ്ദേഹം ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ശയിക്കുന്നു, ഈവൻ രാജ്ഞിയുമായിട്ട് പോലും ലൈംഗിക വേഴ്ചകളിലൊക്കെ ഏർപ്പെടുന്നു എന്ന രീതിയിലൊക്കെ പല പല കഥകളും സാർ നിക്കോളാസ് രണ്ടാമന്റെ ചെവികളിലെത്താൻ തുടങ്ങി. പക്ഷേ റാസ്പുട്ടിൻ എന്ന് പറഞ്ഞ ആ ഒരു പുരോഹിത ശ്രേഷ്ഠനിൽ വിശ്വാസം ഉണ്ടായിരുന്ന നിക്കോളാസ് രണ്ടാമൻ അദ്ദേഹത്തെ സംശയിച്ചില്ല. പക്ഷേ ഈ ഒരു ഡൈനാസ്റ്റിയിലെ തന്നെ, റോമനോവ് ഡൈനാസ്റ്റിയിലെ തന്നെ മറ്റ് ചിലർക്ക് ഇതിൽ സാരമായ അസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കാരണം ഒരാൾ കടന്നു വന്ന്, അതും വരുത്തൻ എന്നൊക്കെ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരാൾ കടന്നു വന്നിട്ട് നമ്മുടെ സകലമാന അധികാരങ്ങളും നമ്മുടെ സകലമാന അഭിരുചികളും കാര്യങ്ങളും എല്ലാം കവർന്നെടുത്തുകൊണ്ട് കടന്നു പോകുന്നു. വളരെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കൊക്കെ റഷ്യൻ സമൂഹം കൂപ്പുകുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം മുഖ്യമായ പല തീരുമാനങ്ങൾ എടുത്തിരുന്നതും റാസ്പുട്ടിൻ തന്നെയാണ്. പക്ഷേ റാസ്പുട്ടിന് നേരെ ഒന്ന് വിരൽ ഞൊടിക്കാൻ പോലും എല്ലാവർക്കും ഭയമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ചുറ്റുമുള്ളത് ഒരു ദൈവിക പ്രഭയായിരുന്നു എന്നുകൊണ്ട് തന്നെയാണ്. ഹീലിംഗ് പവേഴ്സ് ഒരു പോയിന്റ് വരെ റാസ്പുട്ടിനെ രക്ഷിച്ചു എന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ചാരപ്രവൃത്തിയും കൂടുതലായിട്ട് റഷ്യയിൽ കടന്നു വരാൻ തുടങ്ങി. റഷ്യയും ജർമ്മനിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് വലിയ പ്രശ്നമുണ്ടാവും എന്നൊരു ചിന്ത അവർക്കുള്ളിൽ എപ്പോഴൊക്കെയോ പൊട്ടിമുളച്ചു. ഇതും ഏറ്റവും വലിയൊരു കോൺസ്പിറസി തിയറിയാണ്. റാസ്പുട്ടിന്റെ മരണത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ കോൺസ്പിറസി തിയറിയാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബോബി ഫാരൽ പാടിത്തീർത്ത വരികളിലേക്ക് തന്നെ കടന്നു വരാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ വരികളിലും തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. റാസ്പുട്ടിനെ ആദ്യം ഗ്ലോറിഫൈ ചെയ്ത ബോബി ഫാരൽ രണ്ടാം പകുതിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ലൈഫിൽ വരുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് ഓരോ വരികളിലൂടെയും ശ്രമിക്കുന്നത്. തുടർന്ന് അടുത്ത വരികളൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നത് റഷ്യൻ ജനതയിൽ, പ്രത്യേകിച്ച് നോബിൾസിനാണെങ്കിലും ക്ലർജിക്കിടയിലാണെങ്കിലും റാസ്പുട്ടിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള വിപരീതമായ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കടന്നു വരുന്നു. ഈ വിപരീതമായ അഭിപ്രായങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവർ മറ്റൊരു പ്രധാനമായ തീരുമാനത്തിലേക്ക് എത്തുന്നു. റാസ്പുട്ടിനെ വധിക്കുക എന്നൊരു തീരുമാനം മാത്രമേ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് വളരെ കുറഞ്ഞ രീതിയിലൊക്കെ സാർ ചക്രവർത്തിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നും പല കിംവദന്തികൾ ഇവിടെ വരുന്നുണ്ട്. ഇനി ആദ്യം നമ്മൾ സംസാരിച്ചു ഹെയ് എന്ന് പറഞ്ഞ ആ ഒരു യൂസേജിനെ പറ്റി. നമുക്ക് വീണ്ടും ഈ ഒരു ഹെയ് യൂസേജ് കാണാൻ സാധിക്കും. അത് കറക്റ്റായിട്ട് ബോബി ഫാരൽ എപ്പോഴൊക്കെയോ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ അറ്റൻഷൻ, ഈ ഒരു ഓപ്പറ ഹൗസിലെ ജനങ്ങളുടെ അറ്റൻഷൻ എവിടേക്കോ വെച്ച് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വരും എന്ന മുൻധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വരികളൊക്കെ ഇതിന്റെ റൈറ്റേഴ്സ് അതിൽ ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്നത്. വീണ്ടും ഹെയ് നമ്മൾ കാണുമ്പോഴത്തേക്കും ഹെയ്യുടെ നമ്പർ വളരെ വലുതായി കൂടിയിട്ടുണ്ട്. കാരണം 32 വട്ടമാണ് ഹെയ് എന്ന് പറഞ്ഞ പദം പിന്നീട് ഈ ഒരു റാസ്പുട്ടിൻ സോങ്ങിൽ ശരിക്കും യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം 32 വട്ടം ഒരു ഹെയ് എന്ന് പറഞ്ഞ പദം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോബിൾസും ക്ലർജിയും വളരെ വലിയൊരു തീരുമാനം തന്നെ എടുത്തു. റാസ്പുട്ടിനെ കൊന്നുകളയുക, എന്തു വന്നാലും വേണ്ടില്ല, റാസ്പുട്ടിനെ കൊന്നുകളയുക എന്നൊരു തീരുമാനം തന്നെ അവരെല്ലാം എടുത്തു. പക്ഷേ അവിടെയും ഗ്ലോറിഫിക്കേഷൻ കടന്നു വരുന്നത് സ്ത്രീകളുടെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിന് വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്ത്രീകൾ കെഞ്ചു കേണി പറഞ്ഞു എന്നാണ് പറയുന്നത്, ഒരിക്കലും അദ്ദേഹത്തെ കൊല്ലരുത് എന്ന രീതിയിൽ തന്നെ. പക്ഷേ ഇവർ ഇതൊന്നും കേട്ടില്ല. കാരണം റഷ്യയുടെ ഭരണം കൈവിട്ടു പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ റാസ്പുട്ടിനെ ചതിച്ചുകൊണ്ട് പ്രിൻസ് ഫെലിക്സിന്റെ മാൻഷനിലേക്ക് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി, ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി. പ്രിൻസ് ഫെലിക്സ് യൂസഫോവിന്റെ മാൻഷനിലേക്ക് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി. ഇദ്ദേഹത്തിന് അവിടെ വെച്ച് വിഷം കലർത്തിയ കേക്ക് കൊടുത്തു. ആ കേക്ക് വളരെ സാവധാനം കഴിച്ച ശേഷം അദ്ദേഹത്തിന് യാതൊരുവിധ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന് വിഷം കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ലൈഫിൽ യാതൊരുവിധ ചേഞ്ചസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. പിന്നീട് ഈ ഒരു വിഷം നൽകി എന്ന് പറയുന്ന കെമിസിസ്റ്റ് പറഞ്ഞത് നിരുത്തരവാദകാരിയായ ചെറിയൊരു പദാർത്ഥം മാത്രമാണ് ആ ഒരു കേക്കിലും മറ്റുമൊക്കെ കൊടുത്തത് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റാസ്പുട്ടിന്റെ അതിമാനുഷികത ഈ ഒരു വൈൻ കേസിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ കേക്ക് കേസിലാണെങ്കിൽ കൂടി എത്രമാത്രം വാലിഡിറ്റി ആണ് എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ
ഇത് രണ്ടും കൊണ്ടും യാതൊരുവിധ ഗുണമില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ വെടി ഉതിർത്തു എന്നാണ് പറയുന്നത്. പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് നേരെ വെടി ഉതിർത്തു. പ്രിൻസ് ഫെലിക്സ് യൂസപ്പോ ആണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഇതിനൊരു വാടക കൊലയാളി ഉണ്ട്, അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഒരു ബ്രിട്ടീഷ് ചാരപ്രവൃത്തിയും കൂടി ഇതിന്റെ പിന്നാലെ കടന്നു വരുന്നു എന്നുള്ളതും ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു സീക്വൻസിലേക്കാണ്, റാസ്പുട്ടിന്റെ ലൈഫിലെ ഈ ഒരു സീക്വൻസിലേക്കാണ് യഥാർത്ഥമായിട്ട് ബോബി ഫാരൽ നമ്മുടെ അറ്റൻഷൻ സീക്ക് ഔട്ട് ചെയ്യുന്നതും ഇതിലേക്ക് തന്നെയാണ്. ആൻഡ് റാസ്പുട്ടിനെ കൊല്ലാൻ പലവട്ടം ശ്രമിച്ചു, ഒരേ ദിവസം ഒരേ മണിക്കൂറിൽ പലവട്ടം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയില്ല. ഒടുവിൽ വെടിയുതിർത്ത് അദ്ദേഹത്തിനെ എടുത്ത് നേവ നദിയിലേക്ക് അദ്ദേഹത്തെ എറിയുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തെ ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തുമ്പോഴും അദ്ദേഹത്തിന്റെ കൈകൾ ഉയർന്നു തന്നെ നിൽക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അദ്ദേഹം വെള്ളം കുടിച്ചാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. നിരവധി തവണ വെടിയുതിർത്തിട്ടും വിഷം കൊടുത്തിട്ടും മരിച്ചില്ല എന്നുള്ള ഒരു അസാധാരണത്വം ഈ ഒരു കാര്യത്തിൽ റഷ്യൻ ജനത കണ്ടെത്താൻ. പക്ഷേ റഷ്യൻ ജനതയിൽ ആരും തന്നെ റാസ്പുട്ടിന്റെ ഈ മരണത്തിന് മേൽ വിലപിച്ചിരുന്നില്ല എന്നതും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാലങ്ങൾക്ക് മുന്നേ തന്നെ റാസ്പുട്ടിൻ തന്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സാർ ചക്രവർത്തിക്ക് ഒരു കത്ത് എഴുതുകയുണ്ട്. സാർ ചക്രവർത്തി എഴുതിയ കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: എനിക്കറിയില്ല അടുത്ത ജനുവരി മാസം വരെ ഞാൻ ഉണ്ടാകുമോ എന്ന്, പക്ഷേ എന്റെ മരണത്തിന് കാരണം നിങ്ങളുടെ ചോരയിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ റോമനോഫ് ഡൈനാസ്റ്റിയും നിങ്ങളും എല്ലാം നശിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ഒക്ടോബർ റെവല്യൂഷനിലൂടെയാണ്. ഡിസംബർ 30 റാസ്പുട്ടിൻ മരിച്ചു, അല്ല കൊലപ്പെടുത്തി. ഒക്ടോബർ റെവല്യൂഷൻ കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബോൾഷെവിക്സ് കടന്നു കയറി സാർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ മക്കളെയും ഒക്കെ എക്സിക്യൂട്ട് ചെയ്തു. റോമനോഫ് ഡൈനാസ്റ്റിക്ക് ഒരു അന്ത്യം തന്നെ കുറിച്ചു. ഇതും ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ആരും നോക്കാതെ പോയ ഒരു ഫാക്ടർ കൂടി ഇതിനകത്തുണ്ട്. ആ ഫാക്ടർ മറ്റൊന്നുമല്ല, മരിക്കുന്നതിനോടൊപ്പം തന്നെ റാസ്പുട്ടിൻ മറ്റൊരു നിർണായകമായ പ്രവചനം കൂടി നടത്തിയിരുന്നു. ആ പ്രവചനം ഇതാണ്: 2013 ഓഗസ്റ്റിൽ ലോകം അവസാനിക്കുമെന്നൊരു പ്രവചനം. പലരും അതിനെ ബോഗസ് എന്ന രീതിയിലൊക്കെയാണ് കാണുമ്പോഴും ചരിത്ര താളുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2013 ഏറ്റവും നിർണായകമായിട്ടുള്ള റഷ്യൻ ചൈനീസ് ഫ്ലഡ് ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും പറയും. ആ ഒരു കാലഘട്ടത്ത് എന്തുമാത്രം ആൾക്കാർക്കാണ് തങ്ങളുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടത്, എന്തുമാത്രം ജീവനുകളാണ് പൊടിഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്റെ ഓരോ വാക്കുകളും വെറുതെ വാക്കുകളായിരുന്നില്ല എന്ന കാര്യത്തിനും ഒരു സംശയമില്ല. ഇനി കുറെ നാളുകൾക്ക് ശേഷം റാസ്പുട്ടിനെ തന്റെ വരികളിലൂടെയൊക്കെ ഉദ്വേദിപ്പിച്ച ബോബി ഫാരന്റെ ലൈഫിലേക്ക് നമുക്ക് കടന്നു വരാം. അദ്ദേഹവും സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് വന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിൽ വിശ്രമിച്ചു. അന്ന് ഡിസംബർ 30 കാലങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരു ഡിസംബർ 30 റാസ്പുട്ടിൻ എന്ന് പറഞ്ഞ ദ മാഡ് മോക്ക്, ദ ബ്ലാക്ക് മോക്ക്, ഹോളി ഡെവിൾ എന്നൊക്കെ റഷ്യക്കാർ വിശേഷിപ്പിച്ചിരുന്ന അദ്ദേഹം ജീവൻ വെടിഞ്ഞു. നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ ഇതിനൊരു തുടക്കം എന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതിനൊരു തുടർച്ച എന്ന രീതിയിലോ റാസ്പുട്ടിൻ കടന്നു വന്ന് ബോബി ഫാരലിന്റെ ആത്മാവിനെ ഡിസംബർ 30 തന്നെ കൊണ്ടുപോയി എന്നതും ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ശരിക്കും റാസ്പുട്ടിൻ മരിച്ചിരുന്നില്ല. റാസ്പുട്ടിൻ ശരിക്കും ബോബി ഫാരലിലൂടെ തന്നെ പരകായ പ്രവേശം നേടിയിരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. ബോബി ഫാരൽ പാടിത്തീർത്ത ഓരോ വരികളിലൂടെ നോക്കിക്കഴിയുമ്പോഴും റാസ്പുട്ടിന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായിട്ടുള്ള പല സിദ്ധാന്തങ്ങളും പല അവസ്ഥകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ അവസ്ഥകളിലും അദ്ദേഹം ചെന്നെത്തുമ്പോഴും ഓരോ വരികളുടെ സാമീപ്യം കൊണ്ട് തന്നെ റാസ്പുട്ടിന്റെ ജീവിതത്തിൽ ഉടനീളം നടന്നിരിക്കുന്ന കഥകളിലൂടെ ഈ ഒരു പാട്ട് നമ്മളെ കൊണ്ടുപോകും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. ബോണി എം എന്ന് പറഞ്ഞ ട്രൂപ്പിലെ ദ ഫ്രണ്ട് ഗായകനായ ബോബി ഫാരലും അങ്ങനെ ഡിസംബർ 30 തന്നെ ജീവൻ വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ മരണ കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും അവ്യക്തതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നീട് കാലം കുറേയധികം കഴിഞ്ഞ് 2021 റാസ്പുട്ടിൻ വീണ്ടും ജീവിക്കുന്നത്. മറ്റാരിലൂടെയുമല്ല, ജാനകിയിലും നവിലൂടെയുമാണ് ഈ ഒരു ഗാനം വീണ്ടും
ലോകമെമ്പാടുമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ തിരിച്ചറിഞ്ഞതും ജാനകിയിലും നവീനിലൂടെയും അവരുടെ നൃത്ത ചുവടുകളിലൂടെ തന്നെയാണ്. എന്താണെങ്കിലും ദ ബ്ലാക്ക് മോക്ക്, ദ ഹോളി ഡെവിൾ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന റാസ്പുട്ടിൻ ശരിക്കും ഒരു മന്ത്രവാദിയായിരുന്നു. അല്ലെങ്കിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മജസ്റ്റിക് പവേഴ്സ് എന്ന് പറയുന്നത്? ഇപ്പോഴും അവ്യക്തതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. എന്താണെങ്കിലും അടുത്ത ദിവസം നമുക്ക് മറ്റൊരു കോൺസ്പിറസി തിയറിയുമായിട്ടും കുറേയധികം ഫാക്ട്സുകളുമായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. Till then, this is Facts Crew signing out. Thank you so much.